അഭിവന്ദ്യ മെത്രാപ്പോലീത്ത ജോസഫ് പമ്പ്ലാനി പിതാവേ, ഇവിടെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ, കോഴിക്കോട് അതിരൂപതയുടെ കീഴിൽ വരുന്ന സപ്പറകൻ മെത്രാന്മാരായ അലക്സ് വടക്കുതല പിതാവേ, ഡെനീസ് കുറുപ്പശ്ശേരി പിതാവേ, അഭിവന്യ പീറ്റർ അബിയർ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരീ സഹോദരന്മാരെ, എനിക്ക് പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകരെ, സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മളിവിടെ സംസാരിച്ച മെത്രാന്മാരും മറ്റുള്ളവരൊക്കെ വളരെ ഷോർട്ടായി സ്വീറ്റായി സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ MC ഫാദർ സജീവ് വർഗീസ് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണെന്ന് പറയുമെന്നാണ്. ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സർപ്രൈസസ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമുക്ക് സമ്മാനങ്ങളായിട്ട് വരുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു. ഈ വാർത്ത ഞാൻ അറിയുന്നത് ചിക്കാഗോയിൽ വെച്ചിട്ടാണ്. അമേരിക്കയിലെ ചിക്കാഗോയിൽ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒരു ദിവസം രാവിലെ ഡൽഹിയിൽ നിന്നും എനിക്ക് വിളി വന്നു. അപ്പോഴാണ് ഈ വിവരം എന്നെ അറിയിച്ചത്. അത് ഇന്നല്ലാതെ ആരോടും പങ്കുവയ്ക്കരുതെന്ന് പ്രത്യേകമായി അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി. അതുകൊണ്ടാണിത്. പലരും എന്നോട് വിളിച്ച് ചോദിച്ചു, എന്താണെന്ന് പറയാമോ? പത്രക്കാരി ചിലർ ചോദിച്ചു, ടെലിവിഷൻകാർ ചിലർ ചോദിച്ചു, എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ എന്ന്. ഞാനങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഇന്ന് 3:30 അത് ഡിക്ലെയർ ചെയ്യും, പ്രഖ്യാപിക്കുമെന്ന്. അങ്ങനെയാണ് ഇന്നിത് പ്രഖ്യാപനം നടത്തിയത്. വാസ്തവത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വരേണ്ടത് ഇന്നായിരുന്നു. പക്ഷേ ഈ പ്രഖ്യാപനം ഇന്ന് നടത്താനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇവിടേക്ക് പോരുകയായിരുന്നു. ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിൽ, കോഴിക്കോട് രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം നന്ദി പറയാൻ പലരുമുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹം രോഗിയാണ് എങ്കിലും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഡൽഹിയിലുള്ള അപ്പസ്തോലിക് നുൻസിയോ, അദ്ദേഹത്തിന്റെ പേര്
ലിയോപോൾഡ് ഗിറെല്ലി എന്നയാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ആന്റണി വാലിങ്കൽ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ രൂപതയെ ആർച്ച് ഡയസിസ് ആക്കാൻ വേണ്ടി, രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ്. അദ്ദേഹം റോമിൽ പോയപ്പോൾ അവിടെ ഇവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസ് എന്ന് പറയുന്ന തിരുസംഘത്തിന്റെ മേധാവി കാർഡിനൽ ടാഗിളയെ കാണുകയും ഇതേപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ടാഗിളയോട് സംസാരിച്ച, എന്റെ അറിവിൽ സംസാരിച്ച വ്യക്തി നമ്മുടെ തിരുവനന്തപുരം മലങ്കര രൂപയുടെ മെത്രാപ്പോലിത്തയായ കർദിനാളായ കർദിനാൾ ക്ലീമിസാണ്. അദ്ദേഹം പലപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഈ രൂപതയെ അതിരൂപതയാക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ പറയുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുന്നത്. പലപ്പോഴും പല പ്രശ്നങ്ങളും വന്നു, അതിൻ്റെയൊക്കെ പേരിൽ അത് നടക്കാതെ പോയി. ഞാൻ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ ഈ ഒരു പ്രതീക്ഷ തന്നെ എനിക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും വിസ്മയങ്ങളുടെ ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കിയും എന്നെ മെത്രാപ്പോലിത്തയാക്കിയും പ്രഖ്യാപിക്കാൻ ദൈവം കൂട്ടുനിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മെത്രാന്മാര്, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇതുപോലെ ഒരു രൂപതയെ അതിരൂപതയായിട്ട് ഉയർത്തുന്നതിന് മുമ്പ് മെത്രാന്മാരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് അർഹതയുണ്ടോ, അതിനെന്താണ് കാരണമെന്നൊക്കെ. പല അർഹതയുണ്ടെന്നും അതിന് വേണ്ടപ്പെട്ട കാരണങ്ങളും പറഞ്ഞ് അവരെ ഉത്ബോധിപ്പിച്ചത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മെത്രാന്മാരൊക്കെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ മെത്രാന്മാർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അഭിവന്യ ജോസഫ് പമ്പ്ലാനി പിതാവ്, അഭിവന്യ അലക്സ് വടക്കുംതല പിതാവ്, അഭിവന്യ പീറ്റർ അബീർ പിതാവ്, അഭിവന്യ റബീജിയസ് ഇന്ത്യനാനിയിൽ പിതാവ്, അഭിവന്യ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവ്, അഭിവന്യ ആന്റണി വാലിങ്കൽ പിതാവ്, എന്റെ നാട്ടിലെ മെത്രാനായ അഭിവന്യ ആംബ്രോസ് പിതാവ്, അത്ര ആളുകൾക്ക് ഞാൻ പ്രത്യേകമായി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അവരുടെ സ്നേഹത്തിന്, അവരുടെ നല്ല വാക്കുകൾക്ക്, അവരുടെ കെയറിംഗ് ലവിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇവരെല്ലാം എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളാണ്, എനിക്കറിയാതെ. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്ക് KCBC മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ അടുത്തിരുന്നിരുന്നത് ഈ അപ്പസ്തോലിക് നൂൻസിയായ ലിയോപോൾഡ് ഗിറെല്ലിയാണ്. അദ്ദേഹത്തിന് അടുത്തായിട്ട് നമ്മുടെ റെമീജിയസ് പിതാവ് ഉണ്ടായിരുന്നു, ഞാനും അതിനടുത്തുണ്ടായിരുന്നു. റെമീജിയസ് പിതാവ് അന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ അപ്പസ്തോലിക് നൂൻസിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കോഴിക്കോട് രൂപത ഒരു അതിരൂപതയായി മാറണമെന്ന്.
അതുകൊണ്ട് ഉടൻ തന്നെ അത് അതിരൂപതയാക്കി മാറ്റണം എന്ന് അത് വലിയ ശബ്ദത്തിൽ, നല്ല കരുത്തുറ്റ ശബ്ദത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ചിരിച്ചുകൊണ്ട് മെത്രാപ്പോലീത്ത ലിയോപോൾഡ് ഗിറെല്ലി പറഞ്ഞു, വി ആർ വെയിറ്റിംഗ്, ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ അതിന്ന് സഫലമായിരിക്കുന്നു. അനേകരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഈ രൂപതാ മക്കളുടെ പ്രാർത്ഥന, വൈദികരുടെ, സന്യസ്തരുടെ, അൽമായരുടെ പ്രാർത്ഥനയൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. ഇവര് പലപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, എപ്പോഴാണ് കോഴിക്കോട് രൂപത അതിരൂപതയാകുന്നതെന്ന്. അപ്പോഴൊക്കെ ഞാൻ പറയും, നമുക്ക് കാത്തിരിക്കാം, എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പൊ അത്രയ്ക്കും താല്പര്യത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച എന്റെ അൽമായർക്ക്, വൈദികർക്ക്, സിസ്റ്റേഴ്സിന്, എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം എനിക്കറിയാം, ദൈവം വിസ്മയങ്ങളുടെ ദൈവം മാത്രമല്ല, നിലവിളിക്കുന്നവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന, ഈ രൂപതയെ സ്നേഹിക്കുന്ന അനേകം ആളുകളുടെ നിലവിളി പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരമായിട്ടാണ് ഇത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ പരിപാടികളൊക്കെ ഇത്ര ഗംഭീരമാക്കുന്നതിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ പ്രവർത്തിച്ചിട്ടുള്ള കോഴിക്കോട് രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജെൻസൺ പുത്തൻവീട്ടിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ മെത്രാസന മന്ദിരത്തിലുള്ള എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അവർക്കൊക്കെ നന്ദി പറയുന്നവരെല്ലാം ഈ ദിവസങ്ങളിലായിട്ട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. അവർക്കെല്ലാം നന്ദി. ഇന്ന് ഇവിടെ എനിക്ക് അനുമോദനങ്ങൾ അർപ്പിച്ച സിസ്റ്റർ ജൂഡി പ്രത്യേകം നന്ദി പറയുന്നു. മോൺസിഞ്ഞൂർ വിൻസെന്റ് അറക്കൽ നന്ദി പറയുന്നു. ജോയ് ടി എം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികർക്കും, സന്യസ്തർക്കും, അൽമായർക്കും, പത്രപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടവനാണ്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. God bless you all.